പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ പ്രവർത്തകർ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. എസ്എഫ്ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ഗ്രനേഡുകളും ടിയർ ഗ്യാസ് ഷെല്ലുകളും പ്രയോഗിച്ചു. സംഘർഷത്തിൽ വി ശിവൻകുട്ടി എംഎൽഎ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. 1 മണിക്കൂറോളം എസ്എഫ്ഐ പ്രവർത്തകരും പോലീസും എംജി റോഡിൽ പരസ്പരം ഏറ്റുമുട്ടി. സ്കൂൾ തുറന്ന് 1.5 മാസമായിട്ടും പാഠപുസ്തകം ലഭിക്കാത്തതിലായിരുന്നു എസ്എഫ്ഐയുടെ പ്രതിഷേധം. രാവിലെ 10:30 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഫൈൻ ആർട്സ് കോളേജിന് മുൻവശം പോലീസ് തടഞ്ഞു. പോലീസിന് നേരെ കല്ലേറ് നടത്തിയ എസ്എഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ലാത്തി ചാർജ് നടത്തി. സംഘർഷം രൂക്ഷമായതോടെ പോലീസ് പലതവണ ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിച്ചു. കല്ലേറിൽ വി ശിവൻകുട്ടി എംഎൽഎ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. 1 മണിക്കൂറോളം എംജി റോഡിൽ പോലീസും പ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടി. ക്യാമ്പസിലേക്ക് പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിച്ചു. ഇ പി ജയരാജൻ, എ കെ ബാലനടക്കമുള്ള നേതാക്കൾ എത്തിയതോടെയാണ് സംഘർഷാവസ്ഥ അയഞ്ഞത്. 6 എസ്എഫ്ഐ പ്രവർത്തകർക്കും 13 പോലീസുകാർക്കും പരിക്കേറ്റു. കന്റോൺമെന്റ് പോലീസും മ്യൂസിയം പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1.5 മണിക്കൂർ നീണ്ട തെരുവ് യുദ്ധത്തിനാണ് ഇന്ന് തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചത്. പാഠപുസ്തക വിതരണം വേഗത്തിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് എസ്എഫ്ഐയുടെ മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് നിന്നും സെയിം സൈൽ നാവിദിനൊപ്പം വി ആർ കാർത്തിക്, റിപ്പോർട്ടർ.